അമേരിക്ക യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടുകൂടി മിഡിൽ ഈസ്റ്റിൻ്റെ നിയന്ത്രണമോ അതല്ലെങ്കിൽ അവസാനത്തെ വാക്കോ ഇറാനായിട്ട് മാറാൻ പോവുകയാണ്. അവരായിരിക്കും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആധികാരികമായിട്ട് ഇനി സംസാരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇറാനെ ആക്രമിക്കാനുള്ള ഒരു ആരോഗ്യം നിലവിലെ സാഹചര്യത്തിൽ ഇല്ല. ഇപ്പം തന്നെ അവർക്കുണ്ടായിരിക്കുന്ന നഷ്ടത്തിൻ്റെ കണക്ക് ദശകോടികളുടെ ഡോളറിനോട് താരതമ്യം ചെയ്താൽ അതിനും അപ്പുറമാണ് എന്ന് ന്യൂയോർക്ക് ടൈംസ് പോലും റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോഴും അത് പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളതാണ്. 9,000 കോടി ഡോളറിൻ്റെ നഷ്ടം നിത്യേന നടക്കുന്നു എന്ന് യുദ്ധം തുടങ്ങി ഒരാഴ്ചക്കിടയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഈ നഷ്ടം ഇരട്ടിയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം ഈടാക്കാൻ വേണ്ടിയിട്ട് അറേബ്യൻ രാജ്യങ്ങളോട് പറഞ്ഞിട്ട് അറേബ്യൻ രാജ്യങ്ങൾ നഷ്ടം തരണോ എന്നുള്ളതാണ്. അതിന് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ യുദ്ധം ചെയ്തപ്പോൾ ഞങ്ങളോട് ഇതിന് നഷ്ടം ചോദിക്കുന്നതെന്ന്. അതിന് മറുപടിയായിട്ട് അമേരിക്ക പറയുന്നത് നിങ്ങളുടെ രാജ്യത്തേക്ക് ഇറാൻ ആക്രമിക്കുന്നത് പ്രതിരോധിക്കുന്നത് ഞങ്ങളാണല്ലോ എന്നുള്ളത്. അതിന് അമേരിക്ക പറയുന്ന അറേബ്യൻ രാജ്യങ്ങൾ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് ഒഴിഞ്ഞു പോകുക, അപ്പോൾ പ്രശ്നം തീർന്നല്ലോ, ഇറാൻ ആക്രമിക്കില്ല. ഇറാൻ ആക്രമിക്കാൻ പറയുന്ന കാരണം എന്താണ്? അമേരിക്കയുടെ സേനാ താവളങ്ങൾ, സൈനിക സംവിധാനങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറേബ്യൻ രാജ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇറാൻ ആക്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു പോകണം. ഈ തരത്തിൽ അമേരിക്കയും അറബ് രാജ്യങ്ങളും ആന്തരികമായ രീതിയിൽ വലിയ അകൽച്ചയിലാണ്. ഇപ്പോഴത്തെ ഈ 40 ദിവസത്തോളം ഏകദേശമുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലോകം വല്ലാത്ത രീതിയിൽ നിരീക്ഷിക്കപ്പെട്ട ഒരു യുദ്ധമാണ്, ശ്രദ്ധിക്കപ്പെട്ട ഒരു യുദ്ധമാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും അവരുടെ ധൈര്യവും മറിക്കാൻ വേണ്ടി പേടിയില്ലാത്ത സാഹചര്യങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ വിലയിരുത്തുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത ഇറാനുമായിട്ട് യുദ്ധത്തിനുണ്ട്. അമേരിക്കയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ക്ഷീണം സംഭവിക്കുകയോ അല്ലെങ്കിൽ അമേരിക്ക സഹായം തേടുകയോ ചെയ്താൽ പാഞ്ഞുകൊണ്ട് സഹായം നൽകുന്ന രാജ്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ അടക്കമുള്ള സഖ്യങ്ങളെല്ലാം. മറ്റ് ലോക രാജ്യങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട്, അറേബ്യൻ രാജ്യങ്ങളും ചെയ്യാറുണ്ട്. എന്നാൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ പോലും സഹായിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു പ്രത്യേകതയായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. പല ഘട്ടങ്ങളിൽ അമേരിക്ക അങ്ങോട്ട് സഹായം ചോദിച്ചു. നാറ്റോനൊക്കെ നമ്മളൊക്കെ ഒരുപാട് വർഷത്തിൽ തന്നെ ബജറ്റ് അവതരിപ്പിക്കുന്നതിലൊക്കെ നിങ്ങൾക്ക് പണം ഞങ്ങൾ നീക്കി വെക്കാറുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നൽകാറുണ്ട്. ഓരോരോ രാജ്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് ഉക്രൈൻ്റെ പേര് പോലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ വിളിച്ച സമയത്ത് നിങ്ങൾ വന്നിട്ടില്ല. അത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. ഭാവിയിൽ അങ്ങനത്തെ നിലപാടെ ഞങ്ങൾ അങ്ങോട്ടുണ്ടാവും. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ അകന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പോൾ ഒറ്റപ്പെട്ടു പോയ രീതിയിൽ, യുദ്ധഭൂമി ഒറ്റപ്പെട്ടു പോയ രീതിയിലാണ് അമേരിക്കയുടെ അവസ്ഥയും നിലപാട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടും കൽപ്പിച്ച യുദ്ധമാണ്. തീർച്ചയായിട്ടും ഈ യുദ്ധത്തിൽ ജയിക്കുക എന്നുള്ളത് നിലനിൽപ്പിൻ്റെ ആവശ്യമായിട്ട് തന്നെ ഇറാൻ കണക്കാക്കുന്നു. അമേരിക്ക ആദ്യം പറഞ്ഞ റിജിം ചേഞ്ചാണ്, അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ സംസാരിക്കുന്ന പോലുമില്ല. അത് നടക്കാത്ത കാര്യമാണെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ വലിയ രീതിയിൽ മുറിവേറ്റിരിക്കുന്നു. അപ്പോൾ ഇനി ഈ കരാർ വ്യവസ്ഥയിൽ തന്നെ വളരെ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾ, അത് സൈനിക വിന്യാസങ്ങൾ, അവരുടെ എയർബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പതുക്കെ ഘട്ടം ഘട്ടമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് മാറ്റപ്പെടണം. ഇത് മാറ്റപ്പെടില്ല എന്ന് അമേരിക്ക പറഞ്ഞിട്ടൊന്നുമില്ല, ഈ കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പറയുന്നതാണ്. ഹോർമൂസ് കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ പൂർണ്ണ അധികാരം ഇറാൻ്റെതാണ്. അത് അങ്ങ് വകവെച്ച് തരാൻ നിങ്ങളുടെ സംഭവമൊന്നും വേണ്ട. പക്ഷേ അതിൻ്റെ കൂടെ ഒരു പ്ലസ് ആയിട്ട് അവർ കൂട്ടിച്ചേർക്കുന്നത് തങ്ങൾക്ക് ആ മേഖലയോടെ പോകണമെങ്കിൽ ചുങ്കം ചുമത്താനുള്ള അധികാരം വേണം. അത് UN സഭയിൽ ആ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. ചുങ്കം ചുമത്തുന്ന ഒരു പരിപാടി ഹോർമൂസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാലം വരെ ഇറാൻ ചെയ്യാത്തതാണ്. ഒരു സ്വതന്ത്ര പാത, അന്താരാഷ്ട്ര പാതയെപ്പോലെ സ്വതന്ത്ര പാതയാണ്. കപ്പലുകൾക്ക് വരാം, പോകാം, തിരിച്ചു വരാം, അത്ര തന്നെയുള്ളൂ. എന്തെങ്കിലും പ്രതിസന്ധിയോ വിഷയങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ആ സമയത്ത് അവർ ഇടപെടും, സ്വാഭാവികം, എല്ലാ രാജ്യങ്ങളും ഇടപെടുന്ന പോലെ. അതല്ലെങ്കിൽ അതിലൂടെ കപ്പൽ പോയാലും പ്രശ്നമില്ല, വന്നാലും പ്രശ്നമില്ല, അതായിരുന്നു നിലപാട്. ഇപ്പം നിലപാട് മാറ്റി. ഞങ്ങളുടെയും ഒമാൻ്റെയും അതിർത്തി പങ്കിടുന്ന കടലാണ് ഈ പറയപ്പെട്ട ഹോർമൂസ് കടൽ. ഏറ്റവും കൂടുതൽ ഇറാൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്, കുറഞ്ഞ ഭാഗം ഒമാൻ്റെ ഭാഗവുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒമാനും ഇറാനും വലിയ രീതിയിൽ സൗഹൃദ ബന്ധമാണ്, വലിയ രാജ്യമാണ്. ഇറാനെതിരെ എന്തെങ്കിലും നിലപാട് കാര്യങ്ങൾ ഒരിക്കലും ഒമാൻ എടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇറാൻ്റെ നിലപാടാണ് അവസാനവട്ട നിലപാടായിട്ട് അവിടെ നിലനിൽക്കുക. അവർ പറയുന്ന കാര്യം ചുങ്കം ചുമത്താൻ അതെ $2 മില്യൺ ഒരു കപ്പൽ കടന്നു പോകാൻ വേണ്ടിയിട്ട് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇറാൻ വാങ്ങുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഏകദേശം നിത്യേന 200ഓളം കപ്പലുകളെങ്കിലും ഈ മേഖലയിലൂടെ പോകുന്നുണ്ട് എന്നാണ് കണക്ക്. ചിലപ്പോൾ അതിൽ സംഖ്യ കൂടാം, ചിലപ്പോൾ കുറച്ച് കുറയാം. എന്നാൽ ആവറേജ് നോക്കുന്ന സമയത്ത് അത്രയാണ്. 2 മില്യൺ നോക്കുന്ന സമയത്ത് 200 കപ്പലുകൾ കടന്നു പോയാൽ അത് അങ്ങനെ ഒരു വർഷം കിട്ടിയാൽ നിലവിലെ ഇറാൻ്റെ എല്ലാവിധ സാമ്പത്തിക പ്രയാസങ്ങളും അവസാനിക്കുന്നുള്ള ഉറപ്പാണ്. രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യത്തിന് ഉയർച്ച വരും,
തൊഴിലില്ലായ്മ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരും, രാജ്യത്തിൻ്റെ സാമ്പത്തിക തകർച്ച നിർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ നിലനിൽക്കും. അത് ഇറാൻ നേടിയെടുത്തു. ഇനി രണ്ടാമത്തെ പറയുന്ന സമയത്ത് ഒരുപാട് രാജ്യങ്ങളെ, ഏകദേശം 18ഓളം രാജ്യങ്ങൾ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഒരു രാജ്യം പോലും ഇറാനെ തിരിച്ചടിച്ചിട്ടില്ല, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ. ഏറ്റവും വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നത് അറേബ്യൻ മേഖലയിലാണ്. അത് അമേരിക്ക ഉള്ളത് കൊണ്ടാണ്. ഏതായിരുന്നാലും അവിടെ പ്രതിരോധിച്ചു എന്നല്ലാതെ തിരിച്ചടി ഉണ്ടായിട്ടില്ല. തിരിച്ചടിച്ചാൽ അതിന് ഇറാൻ ഏത് തരത്തിലാണ് പ്രതികരിക്കുക എന്ന് ഒരിക്കലും പോലും പറയാൻ പറ്റാത്ത വിധമാണ് അവരുടെ ആയുധത്തിൻ്റെ മൂർച്ച എന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇനിയിപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഇറാനെതിരെ ശ്വാസം പോലും വിടാത്ത വിധം അവർ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറി പോലും കത്തിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമല്ല, വെറുതെ കത്തിച്ചതല്ല, ഭൂമി തുരന്നുകൊണ്ടുള്ള മിസൈൽ ആക്രമണം നടത്തി എന്നുള്ളതാണ്. അതായത് ഭൂമി ആമ്പറം മറക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തു. ഫാക്ടറി അങ്ങോട്ട് മറിഞ്ഞു വീണ് കത്തിക്കരിഞ്ഞു. അങ്ങനെ ആ സമയത്ത് ആ മേഖലയിൽ പുതിയൊരു ഫാക്ടറി ഉണ്ടാക്കാൻ പോലും പറ്റാത്ത വിധം, ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്ക ആണവ സ്ഫോടനം നടത്തിയ സമയത്ത് ഭൂമി ഉയ്തുമറിയപ്പെട്ടു എന്നുള്ളതാണ്. സമാന സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ അകത്ത് ഇറാൻ വരുത്തിക്കൂട്ടിയത് എന്ന് ചുരുക്കം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇനി മുന്നോട്ട് ഈ അറേബ്യൻ മേഖലയിൽ അമേരിക്കക്കാർക്ക് സുരക്ഷിതത്വമൊന്നും ഉണ്ടാവില്ല, ഏറെക്കുറെ ഉറപ്പാണ്. കാര്യം ഇപ്പോൾ തന്നെ എംബസി കോൺസുലേറ്റ് അടിച്ചു കിടക്കുകയാണ്. അമേരിക്കയുടെ പൗരന്മാർ താമസിക്കുന്നത് മറ്റുള്ള അറബ് രാജ്യത്തിലെ പൗരന്മാരോടൊപ്പമാണ്, അതല്ലെങ്കിൽ അവർ അടിച്ചു പോകുന്നുള്ളതാണ്. അതുകൊണ്ട് ഇറാൻ മുന്നറിയിപ്പ് നൽകിയ, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവർക്ക് അഭയം നൽകി കഴിഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന മേഖല കൂടി തങ്ങൾ ആക്രമിക്കുക, അതുകൊണ്ട് അവരെ ഒഴിവാക്കേണ്ടതാണ്. അത് നമ്മുടെ ശത്രുക്കളാണ്, അവർ സംരക്ഷിക്കുകയല്ല, അവരെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം ഇറാൻ പറയുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന, ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന, അതായത് ഓരോരോ രാജ്യത്തിലെ അറേബ്യൻ പൗരന്മാരെക്കാണ് പവറോടുകൂടി ജീവിക്കുന്ന വിഭാഗമാണ്, അല്ലെങ്കിൽ ജീവിക്കുന്ന പൗരന്മാരാണ് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും പൗരന്മാരൊക്കെ. ഇസ്രായേലിൻ്റെ പൗരന്മാർ പിന്നെ സൗദി അറേബ്യയിലൊന്നും ജോലിക്ക് വരികയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല, അവർക്ക് പ്രവേശനമില്ല. അപ്പോൾ പക്ഷേ മറ്റ് ചില രാജ്യങ്ങളിലൊക്കെ അവർക്ക് പ്രവേശനമുണ്ട്, അനുമതിയുണ്ട്, നയതന്ത്ര ബന്ധങ്ങളുണ്ട്, സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, അങ്ങനത്തെ കുറേ രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരെയും ഇനി എന്ത് ചെയ്യണം, ഘട്ടം ഘട്ടമായ രീതി അവിടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട് അവർ രാജ്യം വിട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ പുറത്താക്കേണ്ട സ്ഥിതികൾ വരും. അങ്ങനെ ആ സമയത്ത് പിന്നീട് ഈ അറേബ്യൻ മേഖലയിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള നിലപാടുകൾക്കൊക്കെ അവസാനപരമായിരിക്കുന്ന ഒരു തീരുമാനമോ തീർപ്പോ കൽപ്പിക്കുകയോ നിലപാട് പറയുകയോ ചെയ്യുന്നത് ഇറാനായിട്ട് മാറും. ഇറാന് മാത്രം അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആ സമയത്താണ് ചൈനയുടെയും റഷ്യയുടെയും പ്രവേശനം ഉണ്ടാവുക. ഇപ്പോൾ അമേരിക്ക എങ്ങനെയാണോ ബേസ് ഉണ്ടാക്കിയത് സമാനമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങൾ ബേസ് ഉണ്ടാക്കാനുള്ള അനുമതി ചൈനക്കും റഷ്യക്കും അറേബ്യൻ രാജ്യങ്ങൾ നൽകും. നിലവിലെ സാഹചര്യത്തിൽ തന്നെ ഒമാൻ എന്ന് പറയുന്ന രാജ്യം ചൈനയുടെ സൈനിക ബേസ് ഉണ്ടാക്കാൻ സ്ഥലം കൊടുത്തിട്ടുണ്ട്, സൈനിക പ്രാക്ടിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അവരിപ്പോൾ ആ മേഖലയിൽ സജീവമാണ്. ഈ സ്ഥിതി എന്തുണ്ടാവുമെന്നറിയോ, മറ്റുള്ള ഈ രാജ്യങ്ങൾക്ക് കൂടി അനുമതി നൽകും. അപ്പോൾ പതുക്കെ അമേരിക്ക നാട് നീങ്ങേണ്ടി വരും. അപ്പോൾ അവരുടെ രാജ്യത്തിന് ഡോളറിൻ്റെ മൂല്യത്തിന് അവരുടെ കറൻസിക്ക് ഏറ്റവും കൂടുതൽ മൂല്യം ഉണ്ടാക്കി കൊടുത്ത അറബ് രാജ്യങ്ങളാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ കറൻസിയിലാണ് വിനിമയം നടത്തുന്നത്. അതാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്, ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു കപ്പൽ പോവുകയാണെങ്കിൽ ഈ അവരുടെ പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വിനിമയം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ ഡോളർ ഉപയോഗിക്കാൻ പാടില്ല, അത് ചൈനയുടെ കറൻസിയോ അല്ലെങ്കിൽ റഷ്യയുടെ കറൻസിയോ ഉപയോഗിക്കണം എന്ന് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം തന്നെ ഈ ഒരു വിഷയമാണ്. അമേരിക്കക്ക് അങ്ങനെ മൂല്യം ഉണ്ടാക്കി കൊടുക്കണ്ട എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോൾ സ്ഥിതി കാര്യങ്ങൾ പോകുന്നത് ഇതുവരെ അമേരിക്ക കണക്ക് കൂട്ടുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. പല ലോകരാജ്യങ്ങളിലും അമേരിക്ക ഇടപെട്ടിട്ടുണ്ട്. ആ രാജ്യത്തിലൊക്കെ ഭരണ സംവിധാനം അട്ടിമറിഞ്ഞിട്ടുണ്ട്, അവരൊക്കെ കീഴടങ്ങിയിട്ടുണ്ട്, പുതിയ ഭരണ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. അത് ഇറാഖിനെ നമുക്ക് പറയാം, ലിബിയ നമുക്ക് പറയാം, സിറിയ നമുക്ക് പറയാം, ഈജിപ്തിനെ പറയാം, സുഡാനെ പറയാം, ക്യൂബയെ പറയാം, ഒരുപാട് രാജ്യങ്ങളുണ്ട്. അങ്ങനെ പറയാം. അഫ്ഗാനിസ്ഥാൻ താലിബാൻ്റെ ഭരണം നമുക്കറിയാവുന്നതാണ്. പിന്നീട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പോലും അവർ ആ കാലത്ത് അവരെ പീതെറിയപ്പെട്ടിട്ടുണ്ട്. പിന്നീടാണ് അമിത് കർസായുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം 18 കൊല്ലത്തോളം അവർ ഭരിച്ചതിന് ശേഷമാണ് പിന്നീട് താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നത് എന്ന് ചുരുക്കം. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ്, അമേരിക്കയുടെ ഈ ആധിപത്യം ഇത് മുറിഞ്ഞു പോവുകയാണ്, അകന്ന് പോവുകയാണ്. സൈനികപരമായിരിക്കുന്ന ബലക്ഷ്യം അവർ അനുഭവിച്ചിരിക്കുന്നു. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അറേബ്യൻ മേഖല എന്ന് പറയുന്ന സമയത്ത് ലോകത്താകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പെട്രോളിയത്തിൻ്റെ 30% ഇവിടുന്നാണ്. അപ്പോൾ ഇവിടെ ഒന്ന് പൂട്ടിയാൽ, നമ്മളിപ്പോൾ കണ്ടു അവിടെ ഒരു യുദ്ധം നടന്നതോടുകൂടി നമ്മുടെ രാജ്യത്ത് പോലും ഈ ഗ്യാസിനൊക്കെ വില വർദ്ധിച്ചു. നമ്മുടെ രാജ്യത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ബാധിച്ചിട്ടില്ല, പല രാജ്യത്തും ഗ്യാസ് കിട്ടാനില്ല, പെട്രോളിയം കിട്ടാനില്ല. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ വാങ്ങുന്ന കറൻസിയുടെ ഇരട്ടി കറൻസിക്ക് പോലും പെട്രോളിയം കിട്ടാത്ത രാജ്യത്ത് ഇപ്പോൾ പല രാജ്യങ്ങളിലും ഉണ്ട്. പാകിസ്ഥാൻ പോലും അനുഭവിക്കുന്നു. എന്തിന് അമേരിക്ക പോലും പെട്രോളിയത്തിന് വില കൂടിയെന്ന് പറയുമ്പോൾ നിസ്സാരമായിരിക്കുന്ന കാര്യമാണോ?
അപ്പോൾ ആ രീതിയിലുള്ള ഒരു നിയന്ത്രണ ചരട് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ട് എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തത് ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ്. ഇറാന് വിപുലമായ രീതിയിൽ ലോകാടിസ്ഥാനത്തിൽ പെട്രോളിയം വിൽക്കുന്ന കച്ചവടമൊന്നും ഇറാനില്ല. ഏറ്റവും കൂടുതൽ പെട്രോൾ ഉൽപ്പാദിക്കുന്ന അറബ് ഗൾഫ് രാജ്യങ്ങളാണ്. ഇറാൻ എന്ന് പറയുന്ന ഗൾഫ് രാജ്യമല്ല, പേർഷ്യൻ രാജ്യമാണ്. എന്നാൽ അവർക്ക് ആ വഴിയിലൂടെ അല്ലാതെ പോകാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് ആ റൂട്ട് ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ പെട്രോളിയത്തേക്കാൾ മൂല്യവത്തായിരിക്കുന്ന സംവിധാനമാണ് ഇറാൻ്റെ കൈവശത്തിലുള്ള ഹോർമസ് കടൽ എന്ന് ലോകത്തിനെ പഠിപ്പിച്ചു കൊടുക്കാൻ ഇറാന് സാധിച്ചു എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം തന്നെ അറേബ്യൻ രാജ്യങ്ങളുടെ നിയന്ത്രണമോ അവരുടെ അവസാനത്തെ വാക്കോ ആയി വളരെ പെട്ടെന്ന് തന്നെ ഇറാൻ പരിണമിക്കാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്.